ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വളരെയധികം കാലമായി എന്തെങ്കിലും ട്രേഡിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിട്ടിട്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അതിൻ്റെ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ള ചെറിയൊരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MEXC ഗ്ലോബൽ എക്സ്ചേഞ്ചിലാണ്. വളരെയധികം നല്ലൊരു എക്സ്ചേഞ്ചാണിത്. ഇതിൽ പുതിയ ക്രിപ്റ്റോസൊക്കെ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ എക്സ്ചേഞ്ചുകളിലും ഫ്യൂച്ചർ പെയറിലൊന്നും പുതിയ ക്രിപ്റ്റോസും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് MEXCയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ KYCൻ്റെയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു MEXC എക്സ്ചേഞ്ച് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ റെഫർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സമയം വൈകാതെ നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു സിനേരിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ അടി കാണുന്ന ആ ഒരു ട്രെൻഡ് ലൈന് ഈ ഒരു പർട്ടിക്കുലർ സാധനം ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് എപ്പോഴൊക്കെ ആ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് ടച്ച് ചെയ്യുന്നോ അവിടെ നിന്നൊക്കെ അതൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ സെയിം മെത്തഡോളജിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോയിനിലാണ്. അതിനെ 1 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇതുവരെ ഇതിൻ്റെ പ്രൈസ് മൂവ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഇപ്പോൾ കറക്റ്റ് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഈ ഒരു ഓണ്ടോൻ്റെ പ്രൈസ് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് പ്രൈസ് നേരെ മേലേക്ക് പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു $0.79 ഓണ്ടോൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 10 to 15% പ്രോഫിറ്റാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിതിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഉള്ള ഒരു റെസിസ്റ്റൻസിന് തൊട്ട് താഴെയാണ്. അത് 15%-നെക്കാട്ടൊക്കെ ഒത്തിരി മുകളിലാണ്. ഇനി ഞാൻ സെയിം ട്രേഡ് ഇവിടെ നമ്മുടെ MEXC ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വാലറ്റിൽ ഫ്യൂച്ചേഴ്സ് വാലറ്റിൽ $US കൊണ്ടുവരിക. ഞാൻ ഏകദേശം ഒരു $100 6x ലിവറേജിലാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനിവിടെ ടേക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ഒക്കെ ഇവിടെ ഏകദേശം സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും നമ്മുടെ ടേക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 0.7695 വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ എക്സാക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് എടുത്തിട്ട് ഓണ്ടോൻ്റെ പ്രൈസ് ഇപ്പം മേലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പം പ്രൈസ് ഏകദേശം ഒരു $0.8038 വന്ന് നിൽക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ചെറിയ രീതിയിലേക്കുള്ള ഒരു പ്രോഫിറ്റും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓണ്ടോ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം RWA ട്രെൻഡിൽ നിൽക്കുന്ന ഒരു അത്യാവശ്യം നല്ലൊരു കോയിനാണ് ഓണ്ടോ. അതുകൊണ്ടാണ് ഞാനിത് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് ഏകദേശം ഒരു $12 അടുപ്പിച്ച് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ $100 ഇട്ടത്, ഏകദേശം 12% അടുപ്പിച്ച് നമുക്കിപ്പോൾ ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം $1000 അടുപ്പിച്ച് ഇവിടെ നമുക്ക് ഇപ്പം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഏകദേശം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ട്രേഡ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഇന്ന് ഏകദേശം സെയിം സിനേറിയോ നമ്മുടെ ആർബിട്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആർബിട്രും അതുപോലെ തന്നെ ഓണ്ടോയാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആർബിട്രത്തിൽ ഇതുപോലെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആർബിട്രത്തിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആർബിട്രത്തിൽ നമ്മൾ ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ കുറേ കൂടെ നേരത്തെ ഇവിടെ TP ഒക്കെ ഹിറ്റായാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ആർബിട്രത്തിലും സെയിം ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർബിട്രത്തിൽ ഇന്ന് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ന്യൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ആയപ്പോഴത്തേക്കും ആർബിട്രത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പ്രൈസ് മേലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ചെറിയൊരു പൊടിക്കൈയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ MEXCയിൽ അക്കൗണ്ടില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ MEXC യൂസ് ചെയ്ത് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ലിങ്കുകളും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മളിപ്പോൾ കൂടുതലായിട്ട് എയർ ഡ്രോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ കുറവാണ്. എന്നാലും നിങ്ങൾ മാക്സിമം എയർ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു Q2 ആൻഡ് Q3 നല്ല നല്ല എയർ ഡ്രോപ്പുകൾ വരുന്നതായിരിക്കും. അതുകൊണ്ടൊന്നും മിസ്സാക്കാതെ മാക്സിമം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.